രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കാട്ടിയത് നീതികേട് തന്നെയല്ലേ? തീർച്ചയായും അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളോ സമരങ്ങളെയോ അവർ അടിച്ചമർത്തി ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഈ കേരളത്തിന്റെ മണ്ണിൽ അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള യുവാക്കളെ തെരുവിൽ അന്യായമായ രീതിയിലായിട്ടാണ് ഈ സമരത്തെ ഈ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുവാക്കളെ പ്രതികരിക്കുന്ന യുവാക്കളെ ഇവർ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ വകവരുത്താനും ആണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ സമരങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാവും. കൂടാതെ കണ്ണൂരിലുള്ള ഷുഹൈബിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധം തീർത്തുകൊണ്ടാണ് ആ യുവാവിനെ കൊലപ്പെടുത്തിയത്. അന്ന് ഞങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിന്റെ മണ്ണിൽ യുവാക്കളെ കൊലപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരായിട്ടുള്ള ശബ്ദത്തെ നിങ്ങൾ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1000 ഷുഹൈബുമാർ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഷുഹൈബിന്റെ ആ രക്തത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള യുവാക്കൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. പിണറായി വിജയനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ സമരരംഗങ്ങളിൽ തീജ്വാലയായിക്കൊണ്ട് ഈ പിണറായി വിജയന്റെ ഈ ഭരണത്തിന്റെ അവസാനം കാണുന്നത് വരെ ശക്തമായ രീതിയിൽ കേരളത്തിന്റെ മണ്ണിൽ തെരുവീതികളിൽ യുവാക്കളുണ്ടാകും. യുവാക്കളെ ഒരു രീതിയിലും കേസിൽ കൊടുക്കുന്നതിനോ കേസിൽപ്പെടുത്തി അവരുടെ വീടുകളിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനോ ഞങ്ങളുടെ ഒരു യുവാവിനും അതിന് യാതൊരു പേടിയുമില്ല. ഭയപ്പെടുത്തിയാണ് പിണറായി വിജയൻ ഞങ്ങളെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഒരു ഭയപ്പാടിനും ഞങ്ങൾ വകവെക്കില്ല. ഞങ്ങൾ ആരുടെയും ഷൂ നക്കി കയറി വന്നവരല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി തന്നെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ചുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹത്തെ എന്താണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്? രാഹുലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോലീസ് മുമ്പോട്ട് വന്നതാണ്. ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പോലീസ് ഇത്തരത്തിൽ ഈ സംഭവം ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്. എപ്പോഴും ഒരു പ്രതിഷേധത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എപ്പോഴും യുവാക്കളായിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികളാണ്. അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഈ പിണറായി വിജയൻ ഇതുപോലുള്ള സംസ്ഥാന നേതാക്കളുടെ വീട്ടിൽ കയറി അക്രമം നടത്തി അവരുടെ വീട്ടുകാരുടെ മുന്നിൽ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടായി. രാവിലെ വിളിച്ച രാവിലെ ഓൾറെഡി സ്റ്റേഷനിൽ ചെല്ലുന്ന ആളാണ്. ഇതിനു മുമ്പ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. പിന്നെ പോലീസ് എന്താ ഇങ്ങനെ ഒരു ബുദ്ധിയില്ലായ്മ ചെയ്തത്? പോലീസ് നിരവധിയായിട്ടുള്ള ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന മുഴുവൻ സമരങ്ങളിലുള്ള പ്രതികളെയും ഇതേപോലെ വീട്ടിൽ കയറി ഒരു അക്രമ രൂപേണയാണ് ഇവരുടെ എല്ലാം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതുപോലെ പ്രതിഷേധത്തിലേക്ക് വരണ്ട എന്നൊരു തീർച്ചയായും ഇങ്ങനെ പ്രതിഷേധിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പോലീസ് ഇടപെടുന്നത്. അതേപോലെ തന്നെ സർക്കാരിന്റെ പ്രത്യേകമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കൾക്കെതിരെ ഈ കാപ്പ പോലുള്ള നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് അവരെ ഈ സമരരംഗങ്ങളിൽ നിന്ന് വരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോ എങ്ങനെയാണ്? അദ്ദേഹം റെസ്റ്റിലായിരുന്നല്ലോ. അപ്പൊ ആ സാഹചര്യത്തിലാണ് പോലീസ് വന്ന് ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ ഈ സംസ്ഥാനത്ത് ആരോഗ്യപരമായിട്ട് മുഴുവൻ ജനങ്ങളും വളരെയധികം പനി ബാധിച്ച് നിരവധിയായ ആശുപത്രികളിലും അതുപോലെ വീടുകളിലും വിശ്രമത്തിൽ കഴിയുക. അതിന്റെ ഭാഗമായി തന്നെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പനി എന്ന രോഗത്തെ വളരെയധികം രൂക്ഷമായ പനി ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലും അതുപോലെ തന്നെ വിശ്രമത്തിന് വേണ്ടി വീട്ടിൽ വരുമ്പോഴാണ് പോലീസ് ഇതുപോലെ ക്രൂരമായി നേരിടുന്നത്. ഒരു ഫോൺ ചെയ്താൽ പോലും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു ഫോൺ കോളിൽ ചെല്ലുന്ന കോൺഗ്രസ്സുകാരെ വീട്ടിൽ കയറി മാരകമായി അവരുടെ വീട്ടുകാരുടെ മുന്നിലിട്ട് പ്രായമായ വിധവയായിട്ടുള്ള അമ്മയുടെ മുന്നിൽ സഹോദരിയുടെ മുന്നിൽ വലിച്ചിഴച്ചുകൊണ്ട് ഒരു സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യവും ഇന്ന് കേരളത്തിലില്ല. അപ്പൊ എന്തുകൊണ്ടാണ് VD സതീശനെ അവർ അറസ്റ്റ് ചെയ്യാത്തത്?
അതുപോലെ MLA ഷാഫി പറമ്പിൽ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഇവർ ഇതുപോലെ പ്രതികരിക്കുന്ന യുവാക്കളെ ആദ്യം നോട്ടം വെച്ച് ഈ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള MLA-മാർക്കൊക്കെ പിന്തുണയായി സമരരംഗത്ത് നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടം ആ നേതാക്കളിലേക്ക് തിരിയും എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ ഭാഗമായാണ് ആദ്യമായിട്ടാണ് ഇതേപോലുള്ള നേതാക്കന്മാർക്കെതിരെ ഇതേപോലുള്ള നടപടികളുമായി ഈ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഈ സമരത്തെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും ഈ കേരളത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചോരയോടുന്ന ഈ ത്രിവർണ പതാക പിടിച്ചുകൊണ്ട് മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും കേരളത്തിന്റെ തെരുവീതിയിൽ പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ രംഗത്തുണ്ടാവും.